വെള്ളം ഒന്നായിട്ടങ്ങ് ഒഴിച്ചിട്ട് ഓടിക്കണം. ആരും ഇവിടെ നിൽക്കണ്ട. ഈ രാജ്യത്ത് എത്രയോ കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഉണ്ട്. അതൊക്കെ ഒഴിവാക്കി ഇവരെന്തിനാണ് ഈ സ്കൂളിൽ തന്നെ തോന്നിയാസം കാണിക്കുന്നത്? ഇനി ആ കിണറ്റിൽ വെള്ളം ഇല്ലടോ. ഈ ബക്കറ്റ് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്ക്. എന്നിട്ട് മുറ്റത്ത് ചെന്നിരിക്കും. ഇന്ന് മുറ്റത്താ ക്ലാസ്. ഒരു മയമില്ലാത്ത വൃത്തികെട്ട ഒരുത്തല. മുമ്പൊരിക്കൽ ശേഖരൻ മാഷായിട്ട് നുടക്കി. മാഷ് സൈക്കിൾ എടുത്ത് ഒട്ടിച്ചവൻ 2 കഷ്ണാക്കി. സൈക്കിൾ ആയതുകൊണ്ട് റിപ്പയർ ചെയ്ത് ഒന്നാക്കി. കഷ്ണായത് മാഷായിരുന്നെങ്കിലോ? എന്താ ഇങ്ങനെ ഒരു പേര്? കാട്ടുമാക്കാൻ. അത് സ്നേഹം കൂടി ഇപ്പൊ നാട്ടുകാരിട്ട് കൊടുത്ത പേരാ. അവന്റെ ശരിയായ പേര് വാസുന്ന. ഇറച്ചിവെട്ടായിരുന്നു പണി. എന്ന് വെച്ചാ ആടുമാടുകളെ കട്ടോണ്ട് വന്ന് അറുത്ത് വിൽക്കും. അങ്ങാടിയിൽ ഹോട്ടൽ നടത്തിയിരുന്ന ഒരു ഗംഗാധരൻ ഉണ്ടായിരുന്നു. അവന്റെ മാടിനെ ഒരു രാത്രി കട്ടോണ്ട് വന്ന് അറുത്തു. മുറിഞ്ഞ കഴുത്തോടെ നിലവിളിച്ചുകൊണ്ട് കെട്ടുപൊട്ടിച്ച് മാടോടി. കാട്ടുമാക്കാൻ കത്തി കൊണ്ട് പുറകെ. ഗംഗാധരൻ കൈയോടെ പിടികൂടി. ആ പിടിവലിയില് ഗംഗാധരനെ കാട്ടുമാക്ക കുത്തി. ഗംഗാധരൻ മരിച്ചുപോയി. മുറിവൊക്കെ ഉണങ്ങി ആ മാട് ഇപ്പോഴും ഉടമസ്ഥനില്ലാതെ ഇവിടെ അരഞ്ഞിരുന്ന് കിടക്കുന്നു. ആ കേസില് കാട്ടുമാക്കാൻ ജീവപര്യന്തം കിട്ടി ജയിലിലായിരുന്നു. ഇപ്പൊ പരോളിലിറങ്ങി മുങ്ങി നടക്കുക. എന്നിട്ട് പോലീസ് അന്വേഷിക്കണില്ലേ? ഒരു കാര്യമില്ല. നമ്മൾ ആരെങ്കിലും അവനെ പിടിച്ചു കൊടുത്താൽ അവര് കൊണ്ടുപോയി ജയിലിലിടും. വീണ്ടും പരോളിലിറങ്ങി പിടിച്ചു കൊടുത്ത നമ്മളെ അവൻ തട്ടും. അതിലപ്പുറം ഒന്നും സംഭവിക്കില്ല. എന്തായാലും ഇത് കണ്ടില്ലാന്ന് വെച്ചാൽ ശരിയാവില്ല. അറ്റ്ലീസ്റ്റ് ഇത് ആവർത്തിക്കാതിരിക്കെങ്കിലും നോക്കണ്ടേ? കത്തി എടുത്ത് പുറം ചൊരുകണോ മാഷേ? അതും ഇത്രയും മൂർച്ചയുള്ള കത്തി. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇവറ്റകളോടൊക്കെ സംസാരിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യമാണ്. മാഷ് ധൈര്യമായിട്ടിരിക്കേ, ഒന്നും സംഭവിക്കില്ല. വാസുവിനെ ഒന്ന് കാണണല്ലോ. അണ്ണൻ ഈ നാട്ടിലെ വേറൊരു പേരുണ്ട്, അതൊന്ന് പറഞ്ഞുകൂട് മാഷേ. മാഷന്മാർക്കൊന്നും സ്കൂളില്ലേ? കൊച്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂളാ അത്. പുണ്യായ സ്ഥലം. ഈ നാട്ടുകാരുടെയും ഹെഡ് മാസ്റ്ററെയൊക്കെ ഉത്സാഹം കൊണ്ട് മാത്രം നിലനിൽക്കാതെ ഓരോ തവണ കാറ്റടിക്കുമ്പോഴും എന്തോ ഭാഗ്യം കൊണ്ട് വീഴുന്നില്ലാന്നേ ഉള്ളൂ. ചിലപ്പോൾ ഈ നാട്ടുകാരെ നല്ല മനസ്സുണ്ടാവും. ദയവേ ചെയ്തത് വൃത്തികേടാക്കരുത്. ഈ നാട്ടിലിപ്പോ എന്തിനൊരു സ്കൂള്? അതങ്ങ് പൊളിച്ചാണ് മാഷേ. സ്കൂൾ എന്തിനാണെന്ന് നിനക്കൊന്നും മനസ്സിലാവില്ല. തൂറാൻ മാത്രമല്ലാതെ വേറൊരു ആവശ്യത്തിന് അവിടെ കയറിയിട്ടില്ലല്ലോ ഇതുവരെ. അണ്ണനെ പറ്റി പോലീസിന് പറഞ്ഞു കൊടുത്തത് മാഷന്മാരാണെന്ന SI ഇന്നലെ പറഞ്ഞത്. അതിന് അണ്ണന്റെ വക എല്ലാവർക്കും കൂടെ ഒരു സമ്മാനം തന്നതാ. ആ മാഷന്മാര് ചെല്ല്. ഞങ്ങളാരും പോലീസിനോട് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ ഈ സ്കൂളിൽ പുതുതായിട്ട് വന്ന മാഷ. എന്നേക്കാൾ ഇതുവരെ ഉത്തരവാദിത്തമുള്ള വേറെ മാഷന്മാരില്ലായിട്ടല്ല ശേഖരമാഷൻ കൂട്ടി വന്ന്. ഇങ്ങനെയുള്ള സാമൂഹിക ദ്രോഹം കാണുമ്പോൾ അറിയാതെ ചോര തിളയ്ക്കും. പണ്ട് പഠിക്കുന്ന കാലത്ത് ചോര ഒരുപാട് തിളച്ചിട്ടില്ല. ഇപ്പൊ അതൊക്കെ വേണ്ടാന്ന് വെച്ച് ജീവിക്കുക. രാത്രി അവിടെ വന്ന് കിടന്നുറങ്ങുന്നതിനോടും കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കുന്നതിനോടും ആരും എതിരല്ല. പക്ഷെ മേലിലെ ക്ലാസ് മുറികൾ വൃത്തികേടാക്കരുത്. അത് വാസുവിനോട് ചെന്ന് പറഞ്ഞേക്കെ. അല്ല അതെ, അങ്ങനെ അങ്ങ് പോയാലോ? മാഷൻ ഞങ്ങളെ പേടിപ്പിക്കാൻ വന്ന സൈക്കിൾ നിർറോ. വിട്ടില്ലെങ്കിലോ? സൈക്കിൾ നിർറോ. വിഷ്ണു ഇങ്ങനെ നിയന്ത്രണം വിടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. തല്ലിതായെന്നറിയോ? അറിയാണ്ട് തല്ലിപ്പോയതാ. പക്ഷെ തല്ലിയിരുന്നില്ലെങ്കിൽ അവര് മാസ്റ്റർ സൈക്കിൾ വീണ്ടും 2 കഷ്ണാക്കിയനെ. തല്ലിയ സ്ഥിതിക്ക് അവരെന്തെങ്കിലും ഇന്ന് ഒപ്പിക്കും. നോക്കിക്കോ, ഇന്ന് രാത്രി നമ്മുടെ സ്കൂൾ അവന്മാര് തല്ലി പൊളിക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. നാളെ രാവിലെ എല്ലാവർക്കും കൂട്ടത്തോടെ ലീവ് എടുക്കാം. സ്കൂൾ അവിടെ ഉണ്ടാവില്ല. എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി അതിനകത്തിട്ട് അവനെ പിടിച്ചു കെട്ടി പോലീസിലങ്ങ് ഏൽപ്പിച്ചാലോ? അതോടെ പ്രശ്നം തീരില്ലേ? അവനാണ് കാട്ടുമാക്കാൻ. പോയി പിടിച്ചാലോ? എന്താണ്ടാ കിടന്ന് ആടുന്നത്? അത് ഇവിടുത്തെ ഹെഡ്മാസ്റ്റർ കോണാനാ. എന്തിനാ ആടെ കെട്ടി തൂക്കി വലിച്ചു പറിച്ച് കളയടാ.
കുട്ടികളൊക്കെ അങ്ങോട്ട് മാറിക്ക്. കുടിക്കാൻ കുറച്ച് വളർന്നാ എന്റെ ജീവിതത്തില് ഇത്രയും സന്തോഷമുള്ള ഒരു ദിവസം ഉണ്ടായിട്ടില്ല മാഷെ. ഈ UP സ്കൂള് ഒരു ഹൈസ്കൂളായ പോലെ. ഇനി വരുന്ന കൊല്ലങ്ങളിൽ നമുക്ക് ഇതിന്റെ വാർഷികം ആഘോഷിക്കണേ മാഷെ. മാറു കുട്ടികളോട് മാറു. മാറ്റാൻ സാറേ ഒന്ന് വെള്ളം കൊടുത്തോട്ടെ. അങ്ങോട്ട് കണ്ടവര് ക്ലാസ് എന്താ ഒരു ബഹളം? വഴി കൊടുക്കൂ. സാറിന് ബുദ്ധിമുട്ടിക്കല്ലേ. അത് കൊണ്ടേ അങ്ങോട്ട് മാറും. അല്ല, ഇതിപ്പോ എങ്ങനെ ഒന്ന് കൊണ്ടുപോവുക? അല്ല, പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ തലച്ചുമട്ടായിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നേ. ഓ, ഇതിന്ന് അഴിച്ച് ജയിപ്പിക്കല്ലോ. സൂക്ഷിച്ച് അഴിച്ചോളാം. മലി ചാടിപ്പോ. കാഴ്ച ബംഗ്ലാവ് കൊണ്ടുപോയി കൂട്ടിലിടും. ഒരൊറ്റ കുഞ്ഞുങ്ങള് എല്ലാവരും ക്ലാസ് പോ. നടക്ക്. കൂട് കെട്ടിയിരുന്ന് കൂട്ടിലിട്ട് കൊണ്ടുപോയിരുന്നു. മാറു കുട്ടികളെ. ഈ പോട്ടെ. ഓട്ടെ മാഷേ, ആളെ വിട്ടപ്പോ സംശയിച്ചാ വന്നത്. താങ്ക്സ് കേട്ടോ. ഇനിയിപ്പോ സ്പീഡ് മുമ്പ് ചെന്ന് ധൈര്യമായിട്ട് സല്യൂട്ട് ചെയ്യാലോ. പിടിച്ചു കെട്ടി കൊടുത്തപ്പോ കൊണ്ടുപോകാൻ എന്ത് ഉത്സാഹ. നീ വന്നോ? പരോള് കഴിഞ്ഞ് മുങ്ങിന്ന് കേട്ടു. കുറച്ച് ദിവസം ജോളിയാക്കാന്ന് വിചാരിച്ചു സാറേ, പക്ഷേ വലയിൽ കുടുങ്ങിപ്പോയി. വലയിട്ട് പിടിച്ചു സാറേ. ആര്? ആ തെണ്ടികളും നാട്ടുകാരും മാഷന്മാരും. നീ ഇറങ്ങുമല്ലോ ഇവിടുന്ന്. ആ, സാറുമാർക്കൊക്കെ സുഖം തന്നെയല്ലേ? വാ. വെറും കൈയോടെയാണോടെ വന്നേ? സാറിനുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഭൈ പോലെ വരും. ഇതാ മാഷല്ലേ ഞങ്ങളുടെ നാട്ടിലെ? ഇയാളെന്താ ഇവിടെ? അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതാ. ഒരു പ്രതിയെ കാണാൻ വന്നതാടാ. അയാളെ ഭാര്യ ഇതിനകത്താ. ഭാര്യ? ആ, ഇതിന് കൊലപാതകം. ഒരുത്തനെ പച്ചക്ക് തട്ടി. വാ. ഇതാരും പറഞ്ഞില്ലല്ലപ്പാ ഇങ്ങനെ ഒരു കഥ. ജീവിച്ചു പോട്ടടേ.
എങ്ങനെയുണ്ട് ഉരുപ്പടി? അല്ല വെറുതെ ഒന്ന് കാണാൻ പറ്റുമോ? കണ്ടിട്ടെന്തിന്? ഒന്ന് കണ്ടൂടെ? പോടേ പോടേ. സാധിക്കുക മാത്രം പറഞ്ഞാൽ മതി, ഇല്ല ഞാൻ വേറെ സാർമാരോട് പറഞ്ഞോളാം. വാടേ വാടേ. എന്താ വിറക് കയറിയപ്പം ഒരു കഷ്ണം തെറിച്ചതാ. ഇപ്പൊ വേദനയൊന്നുമില്ല. ഒക്കെ ഉണ്ടാവും. ജയിലല്ലേ, ജോലി എടുക്കാണ്ട് പറ്റില്ലല്ലോ. ഒന്നും സാരമില്ല വിഷ്ണുട്ടാ. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന ഒന്നും ഓർക്കാൻ നേരം കിട്ടില്ല. ഇതിപ്പോ 3-4 തവണയായി വിഷ്ണുട്ട മക്കളെ കൂട്ടാണ്ട് വരുന്നത്. എന്നിട്ട് ഓരോ തവണയും ഓരോരോ കാരണങ്ങളും. ഇല്ല, അടുത്ത തവണ എന്തായാലും കൊണ്ടുവരാം. ഈയിടെയായിട്ട് വിഷ്ണുട്ടൻ വന്നാ ഒന്നും സംസാരിക്കണില്ല. എന്തെങ്കിലുമൊക്കെ പറ വിഷ്ണുട്ട. നീ പറ, ഞാൻ കേൾക്കാം. എന്റെ മനസ്സിൽ മുഴുവൻ ഇപ്പൊ ആ നാടാ. നമ്മുടെ എല്ലാ സങ്കടങ്ങളും തീർന്ന് വിഷ്ണുട്ടൻ പറഞ്ഞ പോലെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുറെ ആൾക്കാരുടെ നടുവില് വിഷ്ണുട്ടനും ഞാനും എന്റെ ഉണ്ണിയും മോളും. സ്വന്തമായിട്ടൊരു കൊച്ചു വീട് വേണം വിഷ്ണുട്ടൻ നമുക്കവിടെ. കാറ്റടിച്ച് പൊയ്ക്കോട്ടെ, പിന്നെ ഉണ്ടാക്കാം നമുക്ക്. കാറ്റിനെ മാത്രം പേടിച്ചാൽ മതിയല്ലോ. മാഷക്കും വേണമെങ്കിൽ ഒരു പിഴിച്ചിലാവാം. ബസ് തലകീഴായി മറിഞ്ഞപ്പോ ശരീരം മൊത്തത്തിലൊന്ന് കുലുങ്ങിയിരിക്കലോ. ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ ഇപ്പൊ ഒരു ഫാഷൻ അല്ലേ? അതിന് പ്രത്യേകിച്ച് രോഗവും കാരണമൊന്നും വേണമെന്നില്ലല്ലോ. അസുഖം മാറി ഇവളുടെ അമ്മ കൂടി ഇങ്ങോട്ട് വന്നോട്ടെ മാഷേ. വൈദ്യരുടെ ചികിത്സയിൽ 1 മാസം, അതോടെ അവരുടെ അസുഖം പരിപൂർണമായിട്ട് മാറും. ആശുപത്രിയിൽ അലോപ്പതിക്കാരെ ചികിത്സിക്കണതേ അസുഖം മാറാൻ വേണ്ടിയല്ലേ. പിന്നെ എന്തിനാ 1 മാസം എന്റെ ചികിത്സ? എന്നാലും അതല്ലല്ലോ, ശരീരം അറിഞ്ഞ് ചികിത്സിക്കാൻ ആയുർവേദം അസലാണെന്നല്ലേ പറയാ. ഹെഡ് മാഷക്ക് ഇപ്പൊ എത്ര വയസ്സായി? ഞാൻ കുറയ്ക്കുന്നില്ല. എന്നെ കണ്ട അത്ര തോന്നിച്ചില്ലെങ്കിലും ഒരു 54 കൂട്ടിക്കോളൂ. കണ്ടാ കുറയ്ക്കുകയല്ല വേണ്ടത്, കൂട്ടുക വേണ്ടത്. ഒരു 65, 66 കണിശം പറയും ഇല്ലേ മാഷേ? എന്നാ എനിക്ക് എത്ര വയസ്സ് പറയും? എന്റെ 54 വെച്ച് നോക്കുമ്പോ വൈദ്യർക്ക് ഒരു 69, 70. കഴിഞ്ഞ മകരത്തില് 88 തികഞ്ഞു. അതാണ് ആയുർവേദം. ഇന്നലെ ഉച്ചയ്ക്ക് ട്രഷറി പോയ ശേഖരമാഷ് എന്താ ഈ നിരാട്ടും കാണാത്തെ? ഇനി ഇങ്ങോട്ട് വരാതെ വല്ല ആയുർവേദ ചികിത്സയ്ക്ക് മാഷും പോയോ? അല്ല, എന്നെ പോലെ മാഷക്ക് ഇത്തിരി വയസ്സ് കൂടുതൽ തോന്നിക്കും. ട്രഷറിയിൽ പോയിട്ട് എന്തേ വൈകിയതെന്ന് വിഷ്ണുവിനോട് ചോദിച്ചില്ലേ? ചോദിക്കണ്ട, ചോദിക്കാണ്ട് തന്നെ പറയാം. നമ്മുടെ ഭാഗവതരുടെ മകൾക്ക് ഇപ്പൊ നല്ല ഭേദമുണ്ട്. എന്നാലും ഇടത്തേക്കാലിന് ചെറിയൊരു തളർച്ച പിടികൂടി. നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരാള് പിടിക്കണം. അച്ഛന്റെ കൈയും പിടിച്ച് 5-10 അടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കുറെ നേരം നോക്കിയിരുന്നു. ചില നേരത്ത് ഇവിടുത്തെ കാറ്റിനൊരു പ്രത്യേക സുഖം. അതുകൊണ്ടാണ് ഇവിടുന്ന് പോകാൻ തോന്നാത്തെ. ആഹാ, എന്ത് മധുരമുള്ള കാറ്റ്.